നേതാവ് മജിസ്ട്രേറ്റ് വസതിക്ക് മുന്നിലേക്ക് എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ ആശുപത്രിയിൽ നിന്ന് ഏതാണ്ട് 3 മിനിറ്റ് ദൂരമേ ഉള്ളൂ. മജിസ്ട്രേറ്റിന്റെ വസതിയിൽ എത്തിയിരിക്കുന്നു പോലീസ് വാഹനം. ഹരിമോഹനുണ്ട് ഇവിടെ. ഹരി ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടാണ് കോടതിയില്ല. മജിസ്ട്രേറ്റിന്റെ വസതിയിൽ രാഹുൽ ഇതാ ദൃശ്യം. മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറഞ്ഞോളൂ ഹരി. സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അഭിഭാഷകരുമായിട്ട് ഇപ്പോൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കയറും. വൻ പോലീസ് സന്നാഹമാണ് ഇവിടെയും പ്രതിഷേധം പറയുന്നുകൊണ്ട് പോലീസ് സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ കൂടി ഇന്ന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അഭിഭാഷകനായ ശാസ്തമംഗലം അജിത്താണ് ഇന്ന് നേരിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരാകുന്നത്. അദ്ദേഹവുമായും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. അല്പസമയം മുമ്പ്, അതായത് ഇവിടുന്ന് 2-2.5 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ ജനറൽ ആശുപത്രിയിലേക്ക്. അവിടെ നിന്ന് പ്രതിഷേധം കാരണമാണ് ഇത്ര നേരം വൈകിയത്. പക്ഷേ പ്രതിഷേധം കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുള്ള പോലീസ് വാഹനം ഇവിടെ എത്തിച്ചേർന്നു. ഇപ്പോൾ രാഹുൽ അകത്തേക്ക്, അതായത് മുൻസിഫ് മജിസ്ട്രേറ്റ് അഞ്ജലി ദേവിയുടെ വസതിക്ക് അകത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അഭിഭാഷകരുമായി സംസാരിക്കുന്നു. അഭിഭാഷകരുടെ ഉപദേശമൊക്കെ സ്വീകരിച്ച ശേഷമാണ് രാഹുൽ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കയറുന്നത്. ഹരിമോഹൻ പറയാം മജിസ്ട്രേറ്റിന്റെ പേര്. മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ് രാഹുലിന്റെ അഭിഭാഷകരും എത്തിയിരിക്കുന്നു. ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകാനുള്ള ശ്രമവും നടത്തുന്നു അഭിഭാഷകർ എന്നുള്ള വിവരമാണല്ലോ. പറഞ്ഞോളൂ ഹരിമോഹൻ. തീർച്ചയായിട്ടും സ്മൃതി, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വീടിനകത്തേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മജിസ്ട്രേറ്റിന്റെ വസതി, അതായത് മുൻസിഫ് മജിസ്ട്രേറ്റ് ആയിട്ടുള്ള അഞ്ജലി ദേവി പി അവരാണ് ഈ കേസ് പരിഗണിക്കുന്നത്. നേരത്തെ തിരുവല്ല മജിസ്ട്രേറ്റ് ആയിരുന്നു, പക്ഷേ അവർ അവധിയായതുകൊണ്ടാണ് ഇന്നിപ്പോൾ അതിന് ചാർജ് കൊടുത്തിരിക്കുന്ന പത്തനംതിട്ട മുൻസിഫ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കുന്നത്. അവൻ പോലീസ് സന്നാഹത്തോടു കൂടി തന്നെ, അതായത് ഗേറ്റിന് അവിടെ വെച്ച് തന്നെ എല്ലാവരെയും മാധ്യമപ്രവർത്തകരെ അടക്കം തടഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകർ ശാസ്തമംഗലം അജിത്ത് അടക്കമുള്ള അഭിഭാഷകരുമായിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. അല്പസമയത്തിനുള്ളിൽ തന്നെ റിമാൻഡ് റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് കോടതി റിമാൻഡ് ചെയ്യണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കും. കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത ഇനി വരേണ്ടത്. പക്ഷേ ജാമ്യാപേക്ഷ നൽകും എന്നുള്ളത് അഭിഭാഷകർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി. അതുകൊണ്ടാണ് സീനിയർ അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത്ത് തന്നെ നേരിട്ട് ഹാജരായിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അറസ്റ്റ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ, ഒപ്പം റിമാൻഡ് റിപ്പോർട്ടിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള യുവതിയുടെ അതിജീവിതയുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ, അവയെ ഖണ്ഡിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ജാമ്യാപേക്ഷയിൽ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. അതായത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് എന്നുള്ളത് മാത്രമായിരുന്നു രാഹുലിന്റെ വാദം. ഈ മൊഴിയെടുക്കുന്ന സമയത്തൊക്കെ തന്നെ AR ക്യാമ്പിൽ വെച്ച ഉദ്യോഗസ്ഥരോട്, AG പൂങ്കുളിയോടൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ആദ്യം ഇതൊന്നും സമ്മതിച്ചില്ല, ആദ്യം തനിക്ക് ഇയാളെ അറിയില്ല എന്ന് പറയുന്നു. പിന്നീട് സൈബർ ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട്, സൈബർ വിഭാഗത്തിലെ 2 ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് ലാപ്ടോപ്പിലടക്കം ആ ദൃശ്യങ്ങൾ കാണിച്ച്, വാട്സപ്പ് ചാറ്റുകളൊക്കെ തന്നെ കാണിച്ച് ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഈ യുവതിയെ അറിയാം, അതിജീവിതയെ അറിയാം, അതൊരു ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമാണ് എന്ന് മൊഴി മാറ്റി പറയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. സമാനമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സാമൂഹ്യ മാധ്യമത്തിൽ കൂടി താൻ പരിചയപ്പെട്ടു, അവരുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടു, ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുക. പക്ഷേ അതേസമയം തന്നെ അതിജീവിത ഉയർത്തിയിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, പരാതിയിൽ പറയുന്ന അതീവ ക്രൂരത നിറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ പെരുമാറ്റം, പ്രവൃത്തിയൊക്കെ തന്നെ, കുറ്റകൃത്യമൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രോസിക്യൂഷൻ ഇതിൽ റിമാൻഡിൽ വിടണം, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നുള്ള നിലപാടിൽ തന്നെ പ്രോസിക്യൂഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് ഏതെങ്കിലും നിലയിലേക്ക് പുറത്തുവിട്ട് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ വീണ്ടും ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ആദ്യ കേസിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ അന്വേഷണത്തോട് സഹകരിക്കാതെ രാഹുൽ പെരുമാറിയതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചതാണ്. ദിവസങ്ങളോളം അന്വേഷണ സംഘത്തോട് സഹകരിക്കാതെ, ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാതെ രാഹുൽ ദിവസങ്ങളോളം കേരളത്തിന് പുറത്തുള്ള വിവിധ സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്.